എനിക്ക് ഒന്നേ ഉള്ളൂ പറയാന്, അമ്മയെ കൊന്ന ആളെ കണ്ടുപിടിക്കണം. ആ മാല എവിടെ പോയി? അമ്മയെ കൊന്നു ഉറപ്പ് തന്നെ. ഉറപ്പ് തന്നെ. കാട്ടാക്കട ഭാഗത്തു നിന്നൊക്കെ വീടിന്റെ പാസ്റ്റർമാരൊക്കെ ഇടയ്ക്ക് പ്രാർത്ഥിക്കാൻ വരാറുണ്ട്. പിന്നെ ഞാനില്ലെന്ന് വ്യക്തമായിട്ട് അവിടെ ഒരു ധാരണയുണ്ട്. അവർക്ക് വരുമ്പോഴില്ല അമ്മ ഒറ്റയ്ക്കാണ്, ഞാനില്ല, മകൻ അല്പം പിണങ്ങിയാണ് നിൽക്കുന്നു. പ്രമാദമായ ഒരു കേസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ ഫൂട്ടേജിലുടനീളം ഞാൻ സംസാരിക്കുന്നതും എനിക്ക് കിട്ടുന്ന മറുപടികളിൽ നിന്നുമൊക്കെ ചില സൂചനകൾ ഒരുപക്ഷെ പ്രേക്ഷകർക്കും ചിന്തിച്ചെടുക്കാനാകും. അങ്ങനെയുള്ള ക്രിയാത്മകമായ കമന്റുകൾ ദയവായി രേഖപ്പെടുത്തുക. 2025 ജനുവരി 17 അന്നൊരു വെള്ളിയാഴ്ച ഏകദേശം 11 മണിവരെ സെലീനാമ്മ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ വീട്ടുമുറ്റത്ത് തലചീകി നിന്നതും നൈറ്റിയിട്ട് തോർത്ത് തോളത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതൊക്കെ കണ്ടവരായിട്ടുള്ള ആൾക്കാരുമുണ്ട്. പക്ഷെ അന്ന് ഉച്ചയോടെ ഒരു സഹായിയായിട്ട് വല്ലപ്പോഴും വരാറുള്ള ഒരു സ്ത്രീ വീട്ടിലേക്ക് വരുന്നു. അവർ പാലുമായി വന്നു. സെലീനാമ്മയോടൊപ്പം ഇരുന്ന് ചായയൊക്കെ കുടിച്ച് പോകാനാ വന്നത്. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ കാഴ്ച കണ്ടത്. 75 ആയെങ്കിലും ഒരു 45-കാരിയുടെ മിടുക്കും ഭംഗിയുമൊക്കെയുള്ള റിട്ടയർഡ് നഴ്സിംഗ് അസിസ്റ്റന്റായ സെലീനാമ്മയെ പട്ടാപ്പകൽ ആരോ കൊന്നുവെന്ന് കുടുംബം ഇപ്പോഴും വിശ്വസിക്കുന്നു. പ്രതിയിലേക്ക് എത്താനുള്ള ശാസ്ത്രീയ പരിശോധനകൾ നടക്കാതെ പോയത് കുടുംബത്തിന്റെ അറിവില്ലായ്മ എന്ന് ഇപ്പോൾ അവർ പറയുന്നു. സംശയമില്ലാത്തതുകൊണ്ട് മണിവിള സെന്റ് ജോർജ് ബാപ്റ്റിസ്റ്റ് പള്ളിയിൽ ശവമടക്കി. പിറ്റേന്നാണ് സലീനാമ്മയുടെ സ്വർണങ്ങളും പണവും നഷ്ടപ്പെട്ട വിവരം, ഡെഡ് ബോഡി കുളിപ്പിച്ചവർ കണ്ട ക്ഷതങ്ങളെക്കുറിച്ചുള്ള വിവരം, ഇതൊക്കെ മെല്ലെ മെല്ലെ പുറം ലോകം അറിഞ്ഞു തുടങ്ങിയത്. പിറ്റേന്ന് തന്നെ ഈ കാണുന്ന മകൻ രാജു പോലീസ് സ്റ്റേഷനിലെത്തി ഈ വിവരങ്ങൾ പോലീസിനോട് പറഞ്ഞുവെങ്കിലും കളക്ട്രേറ്റിലൊക്കെ പോയി പുതിയ ഒരു ഓർഡർ വന്ന് ഈ പള്ളിയിൽ അടക്കിയിരിക്കുന്ന ശവം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഏകദേശം 17 ദിവസം പിടിച്ചു. 17-ാം തീയതി ഏകദേശം 5 മണിയോടെ എൻ്റെ മകൻ എന്നെ വിളിച്ച് വിവരം പറയുകയാണ്, അമ്മ അനക്കമില്ലാതെ കിടക്കുകയാണ്. അങ്ങനെ ഞാൻ അപ്പോൾ തന്നെ വീട്ടിലെത്തി. വാർഡും പുറം ആ നാട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് അമ്മയുടെ കുറച്ച് ഉരുപ്പടികൾ നഷ്ടപ്പെട്ടു. അത് അലമാരയിലുണ്ടാവുമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് കേസിനൊന്നും പോകാത്തത്. അമ്മ ഞാനില്ലാത്തതുകൊണ്ടും അലമാരയിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. ആ ഉരുപ്പടി നഷ്ടപ്പെട്ടതുകൊണ്ടാണ് പിന്നെ പരാതിയുമായിട്ട് സ്റ്റേഷനിൽ പോയി. അത് പോസ്റ്റ്മോർട്ടത്തിലെത്തി. പോസ്റ്റ്മോർട്ടം വന്നപ്പോഴേക്കും നമുക്ക് യാതൊന്നും കണ്ടെത്താൻ ആവാത്ത സ്ഥിതിയിലാണ് പോസ്റ്റ്മോർട്ടം വന്നത്. സ്വാഭാവിക രോഗത്തിന് ലക്ഷണമൊന്നും ഇല്ല എന്ന് പറയുന്നു, മറ്റൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ DGPക്ക് ഞാൻ പരാതിപ്പെട്ടു. അതിൽ നിന്നും അവർ ആ കേസിന് യാതൊന്നും കണ്ടെത്തിയിട്ടില്ല. അമ്മ വരുമ്പോഴേക്കും ഒരു സൈഡ് ചരിഞ്ഞാണ് കിടന്നത്. അപ്പോൾ പിന്നെ അവിടെ പ്രസിഡന്റ് മെമ്പറൊക്കെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് കൈശാലം ഉയർന്നായിരുന്നത്. അപ്പം മരണോപ്രാളത്തിൽ കൈ ഉയരാ, മുഖത്ത് ചെറിയ പാടുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വയം മുഖത്തെ കത്തിക്കാം. പിന്നെ നമുക്കങ്ങനെ എനിക്ക് വേറെ സംശയങ്ങളൊന്നും മറ്റാരെയും നമ്മളെ വീട്ടിലങ്ങനെ വരുന്നതായിട്ടൊന്നും സംശയത്തിൽപ്പെടാൻ വേണ്ടി ആരെയും കിട്ടിയില്ല. അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ അടക്കത്തിലേക്ക് പോയത്. പോസ്റ്റ്മോർട്ടം നടന്നത് 17-ാമത്തെ ദിവസമാണ്. 17 ദിവസം കഴിഞ്ഞതിന് ശേഷം. പക്ഷെ നമ്മൾ അതിന് മുമ്പ് തന്നെ പിറ്റേന്ന് തന്നെ പോയി സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കൊടുത്തു. അപ്പൊ അന്ന് എന്താണ് പോലീസ് പറഞ്ഞത്? പോലീസ് പറഞ്ഞത് അത് നിങ്ങൾ നേരത്തെ പോലീസിനെ അറിയിക്കണമായിരുന്നു, ഇനി കംപ്ലൈന്റ് പറഞ്ഞ കാര്യമില്ല. നമ്മളെ പ്രതിയാക്കാനൊക്കെ നോക്കിയ ഒരു അറിവ് ആ നാട്ടിൽ കേട്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. എന്തിനാണ് നീ പിന്നെ അമ്മ ചത്തതിന് ശേഷം ഉരുപ്പടിക്ക് വേണ്ടി വന്നതാണോ എന്നുള്ള രീതിക്കുള്ള ചോദ്യം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പോലീസ് ആദ്യം പിന്നെ മോഷണത്തിനും പിന്നെ കൊലപാതകത്തിനുമായിട്ട് കേസ് കൊടുത്തു. എന്നിട്ട് ആ ഫോണ് ഈ സ്ത്രീ വന്ന് നോക്കുമ്പോ അമ്മ കട്ടിലിൽ കിടക്കുകയാണ്. ബെഡ്ഷീറ്റൊക്കെ അങ്ങനെ മൂടി കിടക്കുകയാണ്. ഡ്രസ്സൊക്കെ ഉണ്ട്, അമ്മ നൈറ്റ് ഇടാറ്. അമ്മ നൈറ്റ് ഇട്ടിട്ട് കൊന്നാൾ ഇതുവരെ പതുപ്പിട്ട് മൂടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ സ്ത്രീ ചെറിയ ഫോൺ എടുത്ത് കൊണ്ടുപോയി ഇവിടെ ഏതോ ഒരു സ്ത്രീയുടെ കയ്യിൽ കൊടുത്തിട്ട് മോനെ വിളിച്ചിട്ടില്ല. മോനെ ഇവർക്കൊരു മോനുണ്ട്, അവനെ വിളിച്ചിട്ടാണ് വിവരങ്ങൾ പറയുന്നത്, മരിച്ചു കിടക്കുന്നത്. അവൻ എന്ത് ചെയ്ത് അതേപോലെ തന്നെ അവന്റെ പപ്പയാണല്ലോ, പപ്പയെ ഫോൺ ചെയ്ത് അച്ചാമ്മ മരിച്ചു കിടക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവര് കാർ എടുത്തിട്ട് വന്നു. കാർ എടുത്തപ്പോൾ ഇവനും ഉണ്ടായിരുന്നു, ആര് മോനും ഉണ്ടായിരുന്നു. 2 പേരും ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ നിറച്ചു ആൾക്കാർ. പിന്നെ ഇവിടുത്തെ മെമ്പർ പറയുന്ന ഒരു കാര്യമാണ്, നമ്മളെ നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ എനിക്ക് ഇപ്പോഴും അതന്നെ മനസ്സിൽ ഇങ്ങനെ വരാം. ഈ അമ്മ ഒറ്റക്ക് കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരു മരിച്ച ഒരു ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിക്കൂടെ ആരെങ്കിലും കൊന്നതാണെന്ന് മെമ്പർ പറഞ്ഞ്. അത് അവർക്ക് അസുഖമുള്ള ഒരു വ്യക്തിയല്ലേ,
അവരതുകൊണ്ട് മരിച്ചതാവുമെന്ന് അത് പറഞ്ഞ് അത് തള്ളിക്കളഞ്ഞു. മെമ്പറും പിന്നെ ഇത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ചെയ്തു. ഇവിടെ വന്ന് നോക്കുമ്പോൾ അമ്മേൻ്റെ കമ്മലുണ്ട്, ഒരു വള ഉണ്ട്, മാലല്ല. ഈ മാല ഊരിയിട്ട് വേറെ ഗോൾഡ് മാല കൗത്തിലിട്ട് കൊടുത്തു. ഗോൾഡ് അല്ല, ഈ കവറിങ്, ഗോൾഡ് കവറിങ് അല്ലേ? ആ മാല പിന്നെ ഇത്ര വലിപ്പമുള്ള മാലയാണ്, പുതിയ മാല. എന്നിട്ട് ഇവിടുത്തെ അന്ന് മരിച്ചന്ന് ഞാൻ രാത്രി 11 മണിക്ക് ഇവരുടെ മോന് വേറൊരു സംസാരിച്ചോണ്ടിരുന്നപ്പോ ഇതുവഴി പോയ സ്ത്രീ ആരാണ്? അത് അവിടെ ഉള്ള ഒരു സ്ത്രീയുടെ മോളാണ്. അത് ഊമയാണ് സംസാരിക്കുന്നത്. ഓ അത് ശരി. അത് ഇതുമായിട്ടൊന്നും ബന്ധമുള്ള ആൾക്കാരല്ല, ബന്ധമില്ല. അപ്പോ എന്നെ രാത്രി ഇവിടെ കൊടുന്നപ്പോ അമ്മ മരിച്ചു. അപ്പൊ ഇവരുടെ വേറൊരു ബന്ധുക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. അവര് കുളിപ്പിച്ചപ്പോ ഇവിടെ പാടുകളുണ്ട്, അവിടെ പാടുകളുണ്ട് എന്നൊക്കെ അവര് കണ്ടു. ഇവിടെ മുറുക്കി പിടിച്ച പാടുകളുണ്ട്. മുഖത്ത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ മാന്തിയ പാട്. അവരുടെ മുഖത്ത് ഒരു കുഴപ്പമൊന്നുമില്ല, നല്ല മുഖമാണ്, എവിടെ മുറിവോ പാടൊന്നും ഇല്ലാത്തൊരു മുഖമാണ്. ഞാൻ കണ്ടിട്ടില്ല. മറവ് ചെയ്തു, എന്നിട്ടാണ് പരാതി. എവിടെയാണ് മറവ് ചെയ്തത്? ഇവിടെ ഒരു പള്ളിയില്. അന്ന് ആ സമയത്ത് കുറച്ച് വൈകിയ കാരണം ഒക്കെ അഴുകിപ്പോയ കാരണം അവര് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില് കണ്ട് കിട്ടിയില്ല എന്നാ പറയുന്നത്. 17 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പോസ്റ്റ്മോർട്ടം ചെയ്തത്. ഈ 17 ദിവസത്തിന് ശേഷം ഒരു ബോഡി എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ കണ്ടെത്താൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിലുള്ള എല്ലുകളിലുള്ള ഒടിവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ കണ്ടെത്താൻ പറ്റുള്ളൂ. മാംസമൊക്കെ അഴുകി പോയിട്ടില്ലേ? അതെ. അപ്പൊ ഈ ശരീരത്തിൽ ഉണ്ടായിരുന്ന മുറിപ്പാടുകളെ കുറിച്ചും ക്ഷതങ്ങളെ കുറിച്ചും ഒക്കെ 17 ദിവസത്തിന് ശേഷമുള്ള പോസ്റ്റ്മോർട്ടത്തില് ഒന്നും കിട്ടിയില്ല, ഒന്നും കണ്ടെത്താനായില്ല. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് ആ സംശയമുണ്ട് ഇത് കൊലപാതകമാണെന്ന്. ഇവിടെ ഈ വീട്ടിന്റെ അകത്ത് ഈ ഭാഗത്താണോ അമ്മ മരിച്ചു കിടന്നത്? ഇവിടെയാണോ? ഇതിന്റെ അകത്തോ? ഇതിന്റെ ഉള്ളിൽ ഒരു റൂമുണ്ട്. ആ റൂമിലകത്താണ്. അഥവാ ഒരാൾ കൊന്നെങ്കിൽ എന്തിനായിരിക്കും കൊന്നത്? ഈ 3 പവൻ അല്ലെങ്കിൽ 4 പവൻ സ്വർണം എടുക്കാൻ വേണ്ടി മാത്രമാണ്. അമ്മയ്ക്ക് എന്നെ ഇഷ്ടല്ല. അപ്പൊ ഞാൻ വന്നു. അപ്പൊ അമ്മ മാല മാറ്റിയിട്ടില്ല. അമ്മ ആദ്യത്തെ ഇതുപോലെ ഞങ്ങൾ ഇവിടെ ഇല്ല. കാരണം പോലീസുകാർക്ക് അത് മനസ്സിലായി. ഞങ്ങൾ അവിടെ അന്ന് കല്യാണം ഉണ്ടായിരുന്നു. ഈ അമ്മ മരിക്കണ അന്ന് കല്യാണമായിരുന്നു അവിടെ. ഞങ്ങൾ വന്നിട്ടില്ല. അവിടെ നെയ്യാറ്റിൻകര അതാണ്. പക്ഷെ അതിന്റെ തുടർ അന്വേഷണം ഒന്നും വന്നില്ല. അതും തള്ളിക്കളഞ്ഞു. കാരണം അവസാനത്തെ പോസ്റ്റ്മോർട്ടത്തിലൊന്നും ഇല്ല എന്ന് പറഞ്ഞാണ് മാറ്റുന്നത്. കേസ് ഒഴിവാക്കുകയാണ്. അപ്പൊ ഇനി എന്ത് ചെയ്യും ഞങ്ങള്? അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് അത് മാത്രമല്ല, നിങ്ങൾക്ക് ഭീഷണികളും ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് ജീവന സുരക്ഷ വേണ്ടേ? മാത്രല്ല ഇവിടെ കയറി കിടക്കുന്ന ഈ ഭൂമി ഇപ്പൊ ആർക്ക് എന്ന് പോലും അറിയാത്തൊരവസ്ഥയാണ് അല്ലേ? ഇപ്പൊ അവര് നാളെ മരിച്ചു പോയാൽ ഞാൻ പോണം. അവരുടെ മോനെ അനാഥമായി പോകും. ഞാൻ അനാഥമായി പോയാലും എനിക്ക് കുഴപ്പമില്ല. നമുക്ക് എത്ര കുട്ടിയോ ഇവിടെ? ഈ ഇപ്പം ചേച്ചിക്ക് എത്ര മക്കളുണ്ട്? എനിക്ക് ഇത് കല്യാണം കഴിച്ച കുട്ടികളൊന്നും ആയിട്ടില്ല. ആദ്യത്തെ ഭാര്യ ഡൈവോഴ്സ് ചെയ്യാത്തോണ്ട് ഇങ്ങനെ ജീവിച്ചു പോണേന്നുള്ളൂ. വീട്ടില് എനിക്ക് ആരും ഇല്ല, അമ്മയും അച്ഛനും ഇല്ല. വീട്ടിൽ എന്നെ ആരും നോക്കൂല. മലപ്പുറത്ത് സ്വന്തം വീട്ടില് കിടക്കാൻ പോലും എന്നെ വിടുന്നില്ല. വീടുണ്ടോ? ചെറിയൊരു ഷെഡിട്ട വീട്, 3.5 സെന്റ് സ്ഥലത്ത്. ഇദ്ദേഹത്തെ എങ്ങനെ പരിചയപ്പെട്ടത്? ഇത് മാട്രിമോണിയിൽ അമ്മ കൊടുത്തിട്ടുള്ള, അമ്മയും മോനും കൊടുത്ത്. അപ്പൊ ഞാൻ ഇതേപോലെ വന്നപ്പോ അമ്മ വന്ന് വിളിച്ചു. അമ്മ ഉണ്ടായിരുന്നു, ഒരു മോൻ്റെ അമ്മേന്റെ വേറൊരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു. പിന്നെ ഒരു സംശയം അങ്ങനെ തോന്നിയിട്ടില്ല. സ്വന്തം മോനെ അമ്മ എന്നും ഡെയിലി വിളിച്ചിട്ട് പറയാറുള്ള കാര്യമാണ്, മോനെ നീ എനിക്കൊരാളെ കൊണ്ടുവന്ന് തരണം, എനിക്കിവിടെ പേടിയാവുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അവളെ ഇവിടെ കൊടുന്നാക്കി, ഞാൻ അവളെ ഇവിടെ നിൽക്കട്ടെ പറഞ്ഞു. എനിക്ക് അവളെ വേണ്ട, അവളെ എന്നെ കൊല്ലും എന്നാണ് അമ്മ പറയാറ്. അമ്മ ഇടയ്ക്കൊക്കെ എന്നെ പറയാറ്, എന്നെ ഇങ്ങനെ പറയും. അമ്മക്ക് അങ്ങനെ ഒരു തോന്നുന്നു. ഇല്ല വെറുതെ ഇങ്ങനെ ഇതാക്കെ. അപ്പൊ അങ്ങനെ പറയാം. അതല്ല ഞാൻ ചോദിക്കുന്നത്, അന്ന് ഈ അമ്മ തനിച്ചാണോ ഇവിടെ ഉണ്ടായിരുന്നത്? അമ്മ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നേരം പുലർന്നപ്പോഴാണോ നാട്ടുകാർ അറിയുന്നത് ഇങ്ങനെ ഒരാൾ മരിച്ചു കിടക്കുന്നു? അമ്മ രാവിലെ ഇതേപോലെ ഇവിടെ നിന്നിട്ട് മുടി കോതൊക്കെ ചെയ്തു, ചോറ് വെച്ചു, കറി വെച്ചു. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് കതവ് പൂട്ടിയോന്ന് അറിയില്ല, അമ്മ ഇവിടെ ഇതിലൂടെ പോയിട്ട് നൈറ്റ് ഇട്ട് ഒരു തോർത്ത് മേലിടും. പുറത്ത് ഇവിടെ എവിടെയും പോകുമ്പോ ഇവിടെ പോയിട്ട് ഒരു കടയിൽ, അവിടെ ഒരു ചേച്ചിയുടെ കടയിൽ പോയിട്ട് സാധനം മേടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ അമ്മ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുന്ന് ഒരു ചേട്ടൻ, ഇവിടുത്തെ ചേട്ടൻ നല്ല സ്വഭാവട്ടോ, ആ ചേട്ടൻ ബൈക്കുമ്പോൾ ദേന ഇങ്ങനെ പോകുമ്പോ ഈ അമ്മ ഇതിലേ വരുമ്പോ ഒരു കവറുണ്ട്,
ആ കവറ് പിടിച്ചിട്ട് അമ്മ അകത്തേക്ക് കേറിയിട്ട് പിന്നെ എന്താ സംഭവിച്ചെന്നറിയില്ല. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു, ഞാൻ കണ്ടല്ല അമ്മയെ, അമ്മ ഒരു കവറും കൊണ്ട് വന്നു അകത്ത് കേറി. അപ്പൊ അമ്മ വാതിൽ അടച്ചോന്നറിയില്ല, പൂട്ടിയതൊന്നും ഞങ്ങൾക്കറിയില്ല. അതിന് ശേഷമാണ് പിന്നെ ഈ ഒരു സംഭവം എപ്പോഴും മരിച്ചെന്നറിയില്ല. അപ്പൊ സമയം ഒരു ഉച്ചയുടെ നേരാണ്. അന്ന് വെള്ളിയാഴ്ചയാണ് മരിച്ചത്. എന്നിട്ട് ഒരു സ്ത്രീ ഫോൺ വിളിച്ച്, അതും ഞങ്ങൾക്കറിയില്ല. ഈ അമ്മ മരിച്ചു കിടക്കുന്ന സമയത്ത് ഈ അമ്മയുടെ ഒരു ഫോണ്, ആ ഫോണ് ചെറിയ ഫോണ്. അതിലേക്ക് കോൾ അമ്മ മരിച്ചു കിടക്കുന്ന സമയത്ത് ആ ഫോൺ എടുത്തത് വേറൊരു വ്യക്തി. ഇവിടെ ഒരു അമ്മയെ നോക്കാൻ വന്ന ഒരു സ്ത്രീ, നോക്കാൻ ആളില്ല. ആ സ്ത്രീ ആര് വിളിച്ചു അതിപ്പോൾ ഞങ്ങൾക്ക് പിടുത്തം കിട്ടുന്നില്ല. അത് ഒളിപ്പിച്ചു വെച്ചു. ആ സ്ത്രീ കുറച്ച് പ്രായമുള്ള ഒരു അമ്മേന്. ആ അമ്മ അന്ന് ഇവിടെ ഇല്ല. ആ അമ്മ അന്ന് ഇവിടെ വന്ന് ഒരു പാക്കറ്റ് പാല് കൊണ്ട് വന്ന് നോക്കുമ്പോ ഈ അമ്മ മരിച്ചു കിടക്കുന്നത്. അമ്മ മരിച്ചു കിടക്കുമ്പോ ഈ സ്ത്രീ ഇവിടെ വന്നിട്ട്, ഇവിടെ ഒരു സ്ത്രീ ഉണ്ട്, അവരുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട്, ഇവരെ മോനല്ല വിളിക്കേണ്ടത്, മോനല്ല വിളിച്ചത്. അമ്മ മരിച്ചു കിടക്കുന്ന സമയത്ത് ഇവിടെ വരിക കാണാനൊന്നും വന്നില്ല. ബാക്കി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ചിലര് ചോദിക്കും ചെയ്ത് ഇവരെന്താ വരാത്തതെന്ന്. അത് അന്ന് ഇവര് വിടണ്ട ആ സ്ത്രീയാണ്. അവിടെ എല്ലാ സ്ത്രീ കണ്ടിട്ടുണ്ട്. അന്ന് അമ്മ മരിച്ചപ്പോൾ ഇവിടെ നിന്നിട്ട് മുടി കോതുന്നു, തല ഇതാക്കുന്നതും എല്ലാം കണ്ടിട്ടുണ്ട്. പിന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ സംബന്ധിച്ച് നമുക്ക് കിട്ടുന്ന വിവരത്തില് സ്വാഭാവികമായ മരണത്തെ കുറിച്ച് പോലും സൂചനകൾ കിട്ടുന്നില്ല. സ്വാഭാവിക രോഗത്തിന്റെ യാതൊരു ലക്ഷണങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ മറ്റുള്ള ചതവുകളോ പരിക്കുകളോ എല്ലിൽ പൊട്ടലുകളോ യാതൊന്നുമില്ല. ശരിക്കും അമ്മയുടെ ശത്രുക്കൾ ആരായിരുന്നു എന്ന് വല്ല ധാരണയുണ്ട്? അമ്മ പലിശക്കൊക്കെ പണം ധാരാളം പലിശയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരെല്ലാരും ആരുമായിട്ട് ഈ ശത്രുതയിലെത്താൻ കഴിയില്ല. ശത്രുത മീൻസ് വലിയ എമൗണ്ട് ഒക്കെ അവർ കൊടുത്തവർ തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആരും വാങ്ങിച്ചിട്ടില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ട്. പിന്നെ അവർ മരണത്തിന് പങ്കെടുക്കുകയുണ്ടായിരുന്നു. വലിയ എമൗണ്ട് കൊടുത്ത അമരുള്ള ഒരാൾക്കാണ്. അവർ ഭാര്യയും ഭർത്താവൊക്കെ മരണത്തിന് കൃത്യമായിട്ട് എത്തുകയും ചടങ്ങിനും ബാക്കിയുള്ള എല്ലാവരും ഇപ്പോൾ തരാമെന്ന് പറയുന്നത് കിട്ടിയിട്ടില്ല. എൻ്റെ തീരുമാനം ഇനി കോടതി സമീപിക്കണം. ഇതൊരു പുനരന്വേഷണം മറ്റൊരു ഏജൻസി കൊണ്ട് അന്വേഷിക്കണം. ക്രൈം ബ്രാഞ്ചോ അതങ്ങനെ ഏതെങ്കിലും ഏജൻസി കൊണ്ട് അന്വേഷിക്കാൻ വേണ്ടി ഒരു പുനരന്വേഷണത്തിന് പോകാനാണ് അടുത്ത തീരുമാനം. ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ നമുക്ക് ഈ പ്രതിയിലേക്ക് എത്തുന്ന സൂചനകൾ എന്തെങ്കിലും കുടുംബത്തിനുണ്ടോ? ഒരു ഊഹം എന്ന് പറയാൻ പറ്റില്ല. ആദ്യം എന്റെ മകനാണോ ഒന്ന് കണ്ടത്, പിന്നെ മകനെയാണോ വിളിച്ചറിയിച്ചത്? മകനാണ് എന്നെ വിളിച്ചറിയിച്ചത്. അത് അവിടുത്തെ വേലക്കാരി മകന്റെ ഭാര്യ അറിയുകയും മകൻ എന്നെ അറിയുകയും. ഈ അമ്മ 75ാമത്തെ വയസ്സിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ കാരണം ഞാനൊരു സെക്കൻഡ് വൈഫ് എൻ്റെ കൂടെ ഉണ്ട്. അപ്പൊ അവര് തമ്മിൽ അമ്മയും അവളുമായിട്ട് ചേരാത്തതുകൊണ്ട് ഞാൻ 2 മാസത്തേക്ക് മുമ്പ് അമ്മ പറഞ്ഞു പറ്റത്തില്ല. അങ്ങനെ വീട് വാടകയ്ക്ക് എടുത്ത്, നെയ്യാറ്റിങ്കരയാണ് വീട് വാടകയ്ക്ക് താമസം. അവിടെ വെച്ചാണ് വേറെ അറിയുന്നത്. അപ്പൊ ഭാര്യയും ഈ വീട്ടില് ഉണ്ടായിരുന്നില്ല, നിങ്ങളും ഇല്ലായിരുന്നു. പിന്നെ ആരാ ഉള്ളത്? ആരുമില്ല. ഈ വേലക്കാരി അമ്മ മരിച്ചതിന് ശേഷമാണ് വന്നതെന്നാണ് പറയുന്നത്. പിന്നെ ഈ കാട്ടാക്കട ഭാഗത്തു നിന്നൊക്കെ വീണ്ടും പാസ്റ്റർമാരൊക്കെ ഇടയ്ക്ക് പ്രാർത്ഥിക്കാൻ വരാറുണ്ട്. പിന്നെ ഞാനില്ലെന്ന് വ്യക്തമായിട്ട് അവിടെ ഒരു ധാരണയുണ്ട്. അവർക്ക് വരുമ്പോഴില്ല അമ്മ ഒറ്റയ്ക്കാണ്, ഞാനില്ല, മകൻ അല്പ പിണങ്ങിയാണ് നിൽക്കുന്നത്. ഇതൊക്കെയാണ് കാരണം. അമ്മയുടെ ഉരുപ്പടി എന്തായാലും നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഉരുപ്പടിക്ക് വേണ്ടി ചെയ്തത്. അമ്മയുടെ ഒരു 3 പവന്റെ ചെയിനും അല്ലാതെ എല്ലാം കൂടെ 5 പവനോളം. പൈസ അമ്മയ്ക്ക് എപ്പോഴും പൈസ അലമാരിലുള്ള ഉള്ളതാണ്. പക്ഷെ അപ്പോഴും പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. അമ്മ ഒരു ഗവൺമെന്റ് എംപ്ലോയി അല്ലേ? അപ്പോൾ കിട്ടിയ PF കാര്യങ്ങളൊക്കെ വെച്ചാണ് ഈ വീട് റെഡിയാക്കിയത്. പിന്നെ ഒരു 3.25 ലക്ഷം രൂപ കട്ടപ്പന മിസ്സായി അമ്മ കൊടുത്ത് ബന്ധുക്കൾക്കാണ്. പിന്നെ ഒരു 1.5 ലക്ഷം രൂപ അമരള കൊടുത്തു, അതും കിട്ടിയിട്ടില്ല. അമ്മ പൊതുവിൽ ആരെങ്കിലും ഇങ്ങനെ ജീവൻ അപായപ്പെടുത്താനുള്ള ചാൻസ് ഉണ്ടെന്നെങ്ങാനും മക്കളോട് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടൊന്നുമില്ല. സാധാരണ കേസുകളിലൊക്കെ അടുത്തൊരു അയൽവാസി പറയുന്നുണ്ട്, അമ്മ ആ വീട്ടില് ഒരു 2 ദിവസം ഒരാഴ്ചയ്ക്ക് മുമ്പ് പോയി ആരുമായിട്ടോ ഭയങ്കരമായിട്ട് കഷ്ടത്ത് സംസാരിച്ചു. ഞാൻ എൻ്റെ മോനെ അറിയിക്കും, നീ ആവശ്യമില്ല എന്നെ ഫോൺ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചായിട്ട് പിന്നീട് അറിയാൻ കഴിയും. പക്ഷെ ആ മൊഴികളൊക്കെ പോലീസിന് കൊടുത്തത്? ആ മൊഴി കൊടുത്തില്ല, ലാസ്റ്റിലാണ് അറിഞ്ഞത്. എന്തായാലും പുനരന്വേഷണത്തിലേക്ക് പോകുമ്പോൾ ഇപ്പൊ മരിച്ചിട്ട് ഏകദേശം 1 വർഷം അടുപ്പിച്ചാവാൻ പോകും. 1 വർഷം കഴിഞ്ഞു. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 4 മാസം. 1 വർഷം 4 മാസം. ശരിക്കും അന്ന് ആ പോസ്റ്റ്മോർട്ടം മരണ ദിവസം തന്നെ ചെയ്യാൻ കഴിയാതെ പോയത് നമ്മുടെ അറിവില്ലായ്മ ഉണ്ടായിരുന്നു? അത് ആരെങ്കിലും അങ്ങനെ പറഞ്ഞു
ചെയ്യേണ്ടതില്ല? അങ്ങനെയല്ല, എന്റെ പ്രതി ആശുപത്രി കൊണ്ടുപോകണം. എന്തിനാ? അമ്മ സ്വാഭാവികമായിട്ട് മരിച്ചതായിരിക്കും. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? അപ്പൊ അമ്മയും ആരുമായിട്ട് വഴക്കില്ല, ഒരു പ്രശ്നമില്ല. അപ്പൊ ഞാൻ പറയും എനിക്ക് അങ്ങനെ സംശയമില്ല. എന്നാ പിന്നെ അപ്പോഴെന്നെ മുമ്പ് CA വിളിച്ചു. അപ്പൊ പറഞ്ഞാൽ ബന്ധുക്കൾക്ക് പരാതിയൊന്നും ഇല്ലെങ്കിൽ അവർക്ക് അടക്ക നടപടിയായിട്ട് മുമ്പോട്ട് പോകാം. അപ്പം പിന്നെ അത് തോന്നിയില്ല. പിന്നെ ഉരുപ്പടി അത് ഞാൻ വിചാരിച്ച ഞാനില്ലാത്തതുകൊണ്ട് ഉരുപ്പടി അലമാരയിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. അതാണ് പിന്നെ അതിനുശേഷം പോയത്. 17ാമത്തെ ദിവസം റീപോസ്റ്റ്മോർട്ടം ചെയ്തെങ്കിലും അതിൽ കാര്യമായ തെളിവുകളൊന്നും കണ്ടെത്തിയില്ല. അതിൽ ഒരു കാര്യം കൂടിയുണ്ട്, സ്വാഭാവികമായ മരണത്തിന് ആധാരമായ തെളിവും കിട്ടിയില്ല എന്ന് പറയുന്നു. അപ്പോ അസ്വാഭാവികമായ എന്തോ ഉണ്ട് എന്ന് തന്നെയല്ലേ അർത്ഥം? ഇന്നും ചുരുളഴിയാത്ത ഒരു നൂലാമാല, ഒരു കൊലപാതകത്തിന്റെ സൂചന നൽകുന്ന സെലീനാമ്മയുടെ മരണം ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇനി കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്ന് കുടുംബം ആവശ്യപ്പെടുന്നു. പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകർക്കറിയാലോ, ഇതുപോലെ ഒറ്റപ്പെട്ട വയോധികർ കൊല്ലപ്പെടുന്ന മറ്റും ചില കേസുകൾ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്.